നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. മോട്ടോർ തൊഴിലാളി കോൺഫെഡറേഷൻ CITU പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാതല വാഹന പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ജാഥയ്ക്ക് സ്വീകരണം നൽകി. കട്ടപ്പനയിൽ നടന്ന സമാപന യോഗം AIRTW ഫെഡറേഷൻ പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇന്ധനവില വെട്ടിക്കുറയ്ക്കുക, ഡ്രൈവർമാരെ കൽത്തുറങ്കിൽ അടയ്ക്കുന്ന ഭാരതീയ ന്യായസംഹിത സെക്ഷനുകൾ പിൻവലിക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 തൊഴിലാളി വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, അന്യായമായ പിഴയും ശിക്ഷാ നടപടികളും അവസാനിപ്പിക്കുക, അസംഘടിതരായ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക, RTCകൾക്ക് മൂലധന നിക്ഷേപം അനുവദിക്കുക, ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്ര സ്റ്റിക്കർ പതിക്കണമെന്ന കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 24 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് ജില്ലാതല വാഹന പ്രചരണ ജാഥ നടത്തിയത്. പുളിയന്മലയിൽ നിന്ന് ആരംഭിച്ച ജാഥ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കട്ടപ്പനയിൽ സമാപിച്ചു. സമാപന യോഗം AIRTW ഫെഡറേഷൻ പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഇത്തരം ആളുകളുടെ നിലനിൽപ്പ് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത്. അതിന്റെ ഫലമായി രംഗത്ത് ഒട്ടേറെ കമ്പനികൾ കടന്നു വരാനും അവർക്ക് ജീവനക്കാരും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഭീഷണത്തിന് വലിയ തുക ഈടാക്കുവാനും അങ്ങനെ രാജ്യത്തെ ജനങ്ങൾ കൊള്ളയടിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന നിയമമാണ് ഇവിടെ നരേന്ദ്രമോദി പാസാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകളുടെ നിലനിൽപ്പ് ഇവിടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളുടെ ടാക്സികളുടെയും അതുപോലെ സ്റ്റാൻഡേർഡ്സിന്റെയും ആഫീസുകളുടെയും നിലനിൽപ്പ് ലഭിക്കുന്നതായിരിക്കുന്നു എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമരത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് ഓട്ടോ തൊഴിലാളികൾക്ക് ക്ഷേമത്തിനുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ ക്ഷേമ പദ്ധതി വന്നത് കേരളത്തിൽ ജനാധിപത്യ വേണ്ടിയുള്ള അധികാരത്തിലിരിക്കുമ്പോഴാണ്. CIT കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അതിനനുസൃതമായിട്ടാണ് ഈ ക്ഷേമ പദ്ധതി വന്നത്. ഇവിടെ ക്ഷേമ പദ്ധതി ചേർന്ന ആളുകൾ മരണപ്പെട്ടാൽ അവകാശികൾക്ക് ലക്ഷക്കണക്കിന് രൂപ സഹായകരമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ അപകടം പറ്റിയാൽ 1 ലക്ഷം രൂപ ചികിത്സാ സഹായമായിട്ട് ലഭിക്കും. മാത്രമല്ല പെൺമക്കളുടെ ഡ്രൈവർമാരുടെ തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹത്തിന് സഹായം ലഭിക്കും. മാത്രമല്ല മക്കളുടെ വിദ്യാഭ്യാസം സ്കോളർഷിപ്പ് ലഭിക്കും. ഇവിടെ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് സൗജന്യമായി നൽകും. MC ബിജു ക്യാപ്റ്റനായ ജാഥയിൽ KJ ദേവസിയ വൈസ് ക്യാപ്റ്റനും, MB സുരേഷ് മാനേജരും, KR സോധരൻ, G വിജയാനന്ദ്, KJ മാണി, KV ജോയി, CR സോമൻ, M കമറുദ്ദീൻ, ബെന്നി തോമസ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. സമാപന യോഗത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി TM സുരേഷ് അധ്യക്ഷനായി. നേതാക്കളായ VR സജി, KV ജോയി, CR മുരളി, മാത്യു ജോർജ്, ടോമി ജോർജ്, ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.